ഹലോ ഗൈസ്, ഇതെന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇതാണ് നമ്മുടെ ചെമ്മീൻ പുളി അല്ലെങ്കിൽ ഇരുമ്പാൻ പുളി എന്നൊക്കെ പറയുന്ന സംഭവമാണ് കേട്ടോ. ഇതുകൊണ്ട് ഞാനൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുവരെ നിങ്ങൾ ആരും ചെയ്യാത്തൊരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ വട്ടത്തിൽ അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ഇഞ്ചി ആവശ്യത്തിനുള്ള കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വേണം. വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ, ഞാൻ ചേർത്തിട്ടില്ല. പച്ചമുളക്, ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കാരണം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അത് ഇഞ്ചി ഒന്ന് അരിഞ്ഞെടുക്കാം. കുനുകുനായിട്ട് ഇഞ്ചി അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ചതച്ചെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഒരു കൽച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ അത് ഈ ഇരുമ്പാമ്പുളി അരിഞ്ഞത് എടുത്തിട്ടു. അതിന് ശേഷം ഇത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അതിന് അളവൊന്നുമില്ല, വളരെ കുറച്ച് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു 1/4 സ്പൂൺ മതി ഇട്ട്. അതിനോട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. അതേമാതിരി തന്നെ കുറച്ച് മുളക് പൊടി ഇട്ടു. കാരണം പച്ചമുളക് ഇടുന്നുണ്ടല്ലോ. കാന്താരി മുളകൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഇട്ടുള്ളൂ, അപ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക കേട്ടോ. നമ്മൾ ഈ ചെമ്മീൻ പുളി വെറുതെ കളയല്ലേ. എൻ്റെ ഇതിൻ്റെ മുകളിലൊന്നും ഇങ്ങനെ ചീഞ്ഞ് വീഴും. ചിലപ്പോൾ ഞാൻ പാത്രങ്ങൾ കഴുകാൻ ഉപയോഗിക്കും. അത് നല്ലതാണ്. പാത്രങ്ങൾ കഴുകാനൊക്കെ, ബാത്റൂമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വെളുക്കും കേട്ടോ. നിലവിളക്ക് തേക്കാനും നല്ലതാണ്. അതിനൊക്കെയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി, ചേട്ടനും ഇഷ്ടമായി. അപ്പോൾ ഇനി ഇടയ്ക്കൊന്നും ഇങ്ങനെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ കടുക് ഇട്ടു, 2 വറ്റൽമുളക് ഇട്ടു. പിന്നെ നമുക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുക് പൊട്ടിയാൽ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഇടാം കേട്ടോ. ഇപ്പോഴത്തെ ഇതിൽ ചോറ് അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചാക്സണിൽ വെക്കാറില്ല, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ തിളച്ച് ഞാൻ നിൽക്കുന്ന സമയം ഇങ്ങനെ തന്നെ ചെയ്യും. പിന്നെ ഞാൻ അടുക്കളയിൽ നിന്ന് പോകുമ്പോൾ മാത്രം അത് അങ്ങനെ അടച്ച് വെച്ചിട്ട് ഞാൻ ഒരു സ്റ്റീലിൻ്റെ വലിയൊരു പാത്രമുണ്ട്. ആ പാത്രം കൊണ്ട് മൂടിയിട്ട് അവിടെ തന്നെ ഗ്യാസിൽ തന്നെ വെക്കുകയുള്ളൂ കേട്ടോ. എടുത്തു കൊണ്ടുപോകണ കാര്യമൊന്നുമില്ല, അങ്ങനെ തന്നെ. പിന്നെ വാർക്കാൻ നേരത്ത് അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. വാർക്കാൻ നേരത്ത് ഞാനതൊന്ന് തിളപ്പിച്ചിട്ട് വാർക്കും, ഇത്രേ ഉള്ളൂ. ഇതിപ്പോൾ കരിവേപ്പില ഇട്ടു, ഇഞ്ചിയും പച്ചമുളകും ഇട്ടു. പിന്നെ കുറച്ച് എള്ള് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. അതുകൊണ്ട് വലിയ പ്രത്യേക ടേസ്റ്റൊന്നുമില്ല. ഉലുവ ഇടാൻ മറന്നുപോയി. ഉലുവ നിങ്ങൾ ഇടാൻ മറക്കണ്ട, ഉലുവ വേണം. ഉലുവ പൊടിച്ചിട്ട് ഇടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഉലുവയും കൂടി ഇടണം കേട്ടോ. പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഈ കളറായില്ലേ. ഇനി ഇതിപ്പോൾ കറിയായിട്ടുണ്ട്. അതിൽ ശർക്കര ഉരുക്കി ഒഴിക്കണം കേട്ടോ. അതാണ് മെയിൻ. ശർക്കരയുടെ ആ മധുരം വരുമ്പോഴാണ് പുളി കുറയുക. എന്നിട്ട് നമുക്ക് അധികം പുളി വേണ്ട എന്നുള്ളവർക്ക് ശർക്കര കൂടുതൽ ചേർക്കാം. പുളി വേണം എന്നുള്ളവർക്കാണെങ്കിൽ ശർക്കര കുറച്ച് ചേർക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എത്ര വേണം എന്നുള്ളത് തീരുമാനിച്ചിട്ട് ശർക്കരയാണെങ്കിലും അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ വിഷുവിനാണെങ്കിലും പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതിന് പകരം ഇത് ഉണ്ടാക്കിയാലും മതി. ഇതിന് മറ്റേ വാളൻ പുളി ചേർക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം നമുക്ക് ഈ ചെമ്മീൻ പുളി ചേർത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാം. പക്ഷേ വെറുതെ തിന്നുമ്പോഴാണ് കുടലിനൊക്കെ അസുഖം വരുന്നൊക്കെ പറയണേക്കാം. ചെമ്മീൻ പുളി അങ്ങനെ അധികം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയണേക്കാം. അത് ചെമ്മീൻ പുളിയുടെ ഇല തിളപ്പിച്ചിട്ട് കൊളസ്ട്രോൾ ഉള്ളവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലതാണെന്ന് പറയണേക്കാം. അത് നമുക്കറിയില്ല. അതൊക്കെ ഡോക്ടറോട് ചോദിച്ചിട്ട് അതേമാതിരിയൊക്കെ ചെയ്യണം. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റൊന്നുമില്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇത് ഞാൻ ഇതായിട്ടുണ്ട്. ശരിക്കും ഇഞ്ചിക്കറിയാണെന്നേ തോന്നുള്ളൂ കേട്ടോ. കണ്ടാൽ ആ കളറൊക്കെ തന്നെയാണ്. ശർക്കര ഇട്ടത് ചെമ്മീൻ പുളിയാണെന്ന് ആരും പറയില്ല. അത് കൂട്ടി നോക്കിയിട്ട് ഒരാളും പറയില്ല ഇത് ചെമ്മീൻ പുളിയാണെന്നുള്ളത്. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് നല്ല മധുരം വേണം, അതുകൊണ്ട് ശർക്കര ഞാൻ കൂടുതൽ ഇട്ടിട്ടുണ്ട്. മധുരം തന്നെയാണ് ഉള്ളത്, പുളി വളരെ കുറച്ചേ ഉള്ളൂ. ഞാനിന്ന് ഉച്ചയ്ക്ക് ഇത് മാത്രം കൂട്ടിയിട്ടാണ് ചോറുണ്ട്. ഇതും പപ്പടവും മതി എനിക്ക്. പിന്നെ ഇത്തിരി മാങ്ങാക്കറി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. ഞാനിതാ ഇത് ടേസ്റ്റ് നോക്കാൻ ഒരാളെ വിളിച്ചിട്ട് പുള്ളി ടേസ്റ്റ് നോക്കാനൊക്കെ കണക്കാണ്. എന്നാലും ഒന്ന് കാണിക്കാമെന്ന് എഴുതിയിട്ടാണ്. എന്താണെന്നും കൂടി മനസ്സിലായിട്ടുണ്ടാവില്ല. അത് മനസ്സിലാവില്ല, ആർക്കും മനസ്സിലാവില്ല. ഇഞ്ചിക്കറിയാണ് എന്ന് പറഞ്ഞത്.
ഇഞ്ചിക്കറി അല്ല, ഇഞ്ചിക്കറി ആണെന്നാണ് പറഞ്ഞത്. ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് തന്നെയാണ് ഉള്ളത്, കാരണം ഇഞ്ചി ഇത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ട് ഞാൻ, നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് നമുക്ക് ഈ ചെമ്മീൻ പുളി പരിപ്പിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പരിപ്പിട്ട് തേങ്ങ അരച്ചിട്ട്, തേങ്ങയും ജീരകവും കൂടി അരച്ചൊഴിച്ചിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. വല്ലപ്പോഴൊക്കെ നമുക്ക് എടുക്കാം, അങ്ങനെ എന്നും കൂട്ടില്ലല്ലോ അത്. പുള്ളിക്ക് എന്തായാലും നല്ല ഇഷ്ടമായി. ഉച്ചയ്ക്കാണെങ്കിലും അതെ, ചോറിലേക്കൊക്കെ നല്ല ഒരുപാട് എടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.